പ്രിയമുള്ളവരെ, ലോകം കൂടുതൽ യുദ്ധത്തിന്റെ കരിനിഴലിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര തലത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. പ്രത്യേകിച്ചും റഷ്യയുടെ മേൽ ഉക്രൈൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. കടുത്ത ആക്രമണമാണ്. റഷ്യയുടെ വ്യോമ മേഖലയെ വളരെ കടുത്ത രീതിയിൽ തന്നെ ആ ആക്രമണം ബാധിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. റഷ്യ പ്രത്യാക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന രീതിയിലുള്ള വാർത്ത ലോകത്ത് കൂടുതൽ ഭയം ജനിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ചും ചില ഇടങ്ങളിൽ നിന്നൊക്കെ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു പക്ഷേ ആണവായുധ വരെ പ്രയോഗിച്ചേക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. ഒപ്പം റഷ്യ ഇറാനിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. 1.8 ടൺ സ്വർണമാണ് ഇറാന് റഷ്യ കൊടുക്കുന്നതെന്ന വാർത്ത പുറത്തു വരുന്നത്. അതായത് $104 മില്യൺ ആണിതിന് ആവശ്യമായ തുക. അത്രയ്ക്ക് മൂല്യമുള്ള സ്വർണം, $104 മില്യൺ മൂല്യമുള്ള സ്വർണം ഇറാന് റഷ്യ കൊടുക്കുന്നതായി വാർത്തകൾ പുറത്തു വരികയാണ്. പ്രത്യുപകാരമായി ഇറാൻ കൊടുക്കുന്നത് ഷാഹിദ് ഡ്രോണുകളാണ്. അതായത് എണ്ണ അത് ഇറാന് വിൽക്കാൻ പറ്റില്ല, കാരണം അമേരിക്കയുടെ ഉപരോധമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർണം കൊടുത്തുകൊണ്ട് ഇപ്പോൾ റഷ്യ ഇറാന്റെ കയ്യിൽ നിന്ന് ഡ്രോണുകൾ വാങ്ങിക്കുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. $104 മില്യൺ വില വരുന്ന 1.8 ടൺ സ്വർണമാണ് റഷ്യ ഇറാന് കൊടുക്കുന്നത്. പകരമായി അവരുടെ ഏറ്റവും അത്യന്താധുനിക ഷഹീദ് ഡ്രോണുകൾ വാങ്ങിക്കുന്നു. ഇറാൻ ഒരു ചെറിയ മീനല്ല എന്ന് വ്യക്തമാണല്ലോ ഇപ്പോൾ. കാരണം ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്ന്, ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ റഷ്യ ഇപ്പോൾ ഇറാന്റെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കുന്നു. ഒരുപക്ഷെ ഉക്രൈനിലേക്ക് ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുവാനുള്ള തീരുമാനത്തിൽ റഷ്യ എത്തിയിട്ടുണ്ടാകാം. അതിനുള്ള മുൻകരുതലായിട്ടാണ് ഇത്തരം ആയുധങ്ങൾ വാങ്ങിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. നേരത്തെയും റഷ്യ ഇറാന്റെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഉക്രൈൻ ആക്രമണത്തിന് റഷ്യ ഉപയോഗിച്ച ആയുധങ്ങളിൽ 35% ഡ്രോണുകളും അതുപോലെയുള്ള യുദ്ധോപകരണങ്ങളും ഇറാന്റെ കയ്യിൽ നിന്നാണെന്ന് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണ്. അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉക്രൈൻ പ്രസിഡന്റുമൊക്കെ ഉന്നയിച്ചിരുന്നതാണ്. ഇപ്പോൾ കൂടുതൽ ആയുധങ്ങൾ സ്വർണം നൽകിക്കൊണ്ട് ഇറാനിൽ നിന്ന് കരസ്ഥമാക്കുന്നു റഷ്യ എന്ന വാർത്തയാണ് വലിയ പ്രാധാന്യത്തോടുകൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വാർത്തകളിലൊന്ന്. മറ്റൊന്ന്, ഇസ്രായേൽ അവരുടെ വനിതാ പൈലറ്റുകൾക്ക് വിമാനം പറത്തുവാനുള്ള അവകാശം നിഷേധിക്കുന്നു. കാരണം ഈ ട്രെയിനിങ് കൊടുത്തിട്ടും അതിന് പര്യാപ്തമാകുന്ന ശാരീരിക ക്ഷമത വനിതാ പൈലറ്റുമാർക്ക് കിട്ടുന്നില്ല എന്ന ഒരു നിഗമനമുണർത്തിയാണ് ഈ വനിതാ പൈലറ്റുമാരെ ഇപ്പോൾ ഈ യുദ്ധമുഖത്തേക്ക് വിമാനം ഓടിക്കുന്നതിനുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്ന വാർത്ത പുറത്തു വരികയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ലഭിക്കുന്നില്ല. പക്ഷെ ചില റഫറൻസിന് വേണ്ടി ചില പത്രങ്ങളൊക്കെ ഓൺലൈനിൽ നോക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണുന്നുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ കമൻറ്റിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ഇത് പിൻ ചെയ്ത് വെച്ചേക്കാം. കാരണം ഞാൻ ഈ കാര്യം പറയുന്നതിന് കാരണമുണ്ട്. ഇസ്രായേൽ കഴിഞ്ഞ തവണ ഇറാനെ ആക്രമിച്ചപ്പോൾ വനിതാ പൈലറ്റുമാരായിരുന്നു വിമാനം പറത്തിയത്. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ യൂട്യൂബർമാരൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇറാനിലെ പെണ്ണുങ്ങൾ ചാക്കിനുള്ളിൽ, മൂടുപടത്തിനുള്ളിൽ മൂടപ്പെടുമ്പോൾ ഇസ്രായേലിലെ പെണ്ണുങ്ങൾ വിമാനം പറത്തി ഇറാനെ ആക്രമിച്ചിരിക്കുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വരികയാണ്. ഇപ്പോൾ ഇസ്രായേൽ അവരുടെ വനിതാ പൈലറ്റുമാർക്ക് വിമാനം പറത്തുവാനുള്ള അവകാശം നിഷേധിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വാർത്ത ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കാം. നിങ്ങളത് വായിക്കുക, അതിനുശേഷം അഭിപ്രായം രേഖപ്പെടുത്തുക, കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ഇത്തരം ഈ ഇറാനിലെ പെണ്ണുങ്ങൾ പർദ്ദയ്ക്കുള്ളിലും അല്ലെങ്കിൽ ചാക്കുകെട്ടിനും ഉള്ളിലാണെന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഇറാന്റെ ഒരു ചരിത്രം അറിയാത്തത് കൊണ്ട് ആണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാന്റെ ആണവശാസ്ത്രകാരന്മാരിൽ പ്രധാന സ്ഥാനം വഹിക്കുന്നത് റസേൽ നിജാദ് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ പേര് പറയുമ്പോൾ ഉച്ചാരണത്തിലൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുക. കാരണം ഇതൊരു അറബി പേരല്ല, ഒരു പാഴ്സി പേരാണ്. അതുകൊണ്ട് തന്നെ റസേൽ നിജാദ് എന്നാണ് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ കാണുന്നത്. അവരാണ് ഇറാന്റെ ആണവായുധ സജ്ജീകരണത്തിൽ അല്ലെങ്കിൽ ആണവായുധം ഇറാൻ പര്യാപ്തമാക്കുന്നതിന് കാരണമായ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വം. അവരൊരു സ്ത്രീ ആയിരുന്നു. അവരെ ഇസ്രായേലിൻ്റെ മൊസാദ് വധിച്ചു. മറ്റ് 5 ശാസ്ത്രകാരന്മാരെയും വധിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് ഈ റസൽ നിജാദ്. അപ്പോൾ ഇറാനിൽ അവരുടെ ആണവായുധ സജ്ജീകരണത്തിലും യുറേനിയം സമ്പുഷ്ടീകരണത്തിലും ഒക്കെ സ്ത്രീകൾ വലിയ പ്രാധാന്യം നിർവഹിച്ചിട്ടുണ്ട്. അവരുടെ ശാസ്ത്രകാരന്മാർ തന്നെ ഒരുപാട് സ്ത്രീകളുണ്ട്. അതൊന്നും അറിയാതെയാണ് നമ്മുടെ നാട്ടിലെ ചില യൂട്യൂബർമാരൊക്കെ ഇറാനിൽ സ്ത്രീകളൊക്കെ ഈ അടിച്ചമർത്തപ്പെടുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു വരുത്തുന്നത്. യാഥാർത്ഥ്യമായി ഒരു പുലബന്ധവും പോലും ഇല്ലാതെ അല്ലെങ്കിൽ
അതുമായി സംബന്ധിച്ച് കാര്യങ്ങൾ പഠിക്കാതെ ഒന്ന് ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്ത് നോക്കാൻ പോലും തയ്യാറാകാതെയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നത് പരിതാപകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കമുണ്ടാകുന്നതായി കാണുന്നു. വനിതാ പൈലറ്റുമാരെ വിമാനങ്ങൾ പറത്തുന്നതിൽ നിന്ന് അവർ തടയുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട ടെലിഗ്രാമിൻ്റെ വാർത്ത ഞാൻ എൻ്റെ ഫസ്റ്റ് കമൻറ്റായി പിൻ ചെയ്തിരിക്കാം. ഞാൻ വായിച്ചു മനസ്സിലാക്കിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവായി നിങ്ങളത് കമൻറ്റ് വഴി രേഖപ്പെടുത്തുക. എൻ്റെ ഒരു അറിവിലും അല്ലെങ്കിൽ എൻ്റെ ഒരു പരിജ്ഞാനത്തിലുമൊക്കെ ഞാൻ വായിച്ചപ്പോൾ കിട്ടുന്ന വിവരം അതാണ്. തൽക്കാലം ഈ വീഡിയോയുമായി വിട വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.